ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. എൻ്റെ ചാനലിലൂടെ നിങ്ങൾ ഒരുപാട് റിസൾട്ട്സ് കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരുന്നു, ഈ വീഡിയോ എൻഡിൽ നിങ്ങൾ നോക്കണം. ഇന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന റിസൾട്ട് അത് അത്രത്തോളം നാച്ചുറലാണ്. ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തണം. ഓക്കെ, ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്നുള്ളത് ഒരു സയൻസാണ്. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല. അതായത് ബാക്ക് സൈഡ് എവിടെയാണ് ഗ്രാഫ്റ്റ് ഉള്ളത്, അവിടെ നിന്ന് ഗ്രാഫ്റ്റ് എടുക്കുന്നു, കഷണ്ടി പ്ലേസ് ചെയ്യുന്നു. ഇതാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ്. ശരി, പക്ഷേ അതിന് പ്ലേസ് ചെയ്യുന്നതല്ല ഹെയർ ലൈൻ ഡ്രോ ചെയ്യുന്നതും നാച്ചുറൽ ആംഗുലേഷൻ ഒരുപാട് ക്രൈറ്റീരിയ ഇതിലുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞാൻ റിസൾട്ട്സിൻ്റെ അദ്ദേഹത്തിൻ്റെ ജസ്റ്റ് ബിഫോർ ഫോട്ടോ ഒന്ന് കാണിക്കാം. നോക്കിയേ, അതായത് ഫ്രണ്ടിലും ക്രൗൺ ഒരു കംപ്ലീറ്റ് കഷണ്ടിയാണ്. ഡോണർ ഏരിയ നല്ലതുണ്ട്. ആൻഡ് അദ്ദേഹത്തിന് ഗ്രേ ഹെയർ ആണ്, വൈറ്റ് ഹെയർസാണ് കൂടുതൽ ഹെഡിലുള്ളത്. സോ പുള്ളി ട്രാൻസ്പ്ലാന്റ് ചെയ്ത രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രണ്ട് ഏരിയയിൽ ഹൈ ഡെൻസിറ്റി ആൻഡ് മിഡിലൊക്കെ ഫില്ലിംഗാണ് ചെയ്തിരിക്കുന്നത്. അതായത് വലിയ ഹെവി ഡെൻസിറ്റി കൊടുത്തില്ല. സോ ഒരു വ്യത്യസ്തമായ രീതിയിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഫോട്ടോസ് കാണിക്കാം. 4200 ഗ്രാഫ്റ്റാണ് ഇന്ന് സിംഗിൾ സിറ്റിംഗ് ചെയ്തത്. സോ ഈ സിംഗിൾ സിറ്റിങ്ങിൽ എത്രത്തോളം ഗ്രാഫ്റ്റ് വെക്കാമെന്നുള്ള ഡൗട്ട്സ് കുറേ ആൾക്കാർക്ക് ഉണ്ടാവും. ഞാൻ 5000 ഗ്രാഫ്റ്റ് വെച്ച ഒരാളാണ് ഒറ്റ സിറ്റിങ്ങിൽ. എൻ്റെ പ്രീവിയസ് ഫോട്ടോ കാണിക്കാം. എൻ്റെ ഡോണർ ഏരിയ വളരെ കുറവായിരുന്നു. പക്ഷേ ഡോണർ ഏരിയയിലുള്ള ഗ്രാഫ്റ്റിൻ്റെ ക്വാളിറ്റി നല്ലതായിരുന്നു. അതുകൊണ്ട് ഡോണർ ഏരിയയിൽ നിന്നും താടിയുടെ ഈ സൈഡിൽ നിന്നും ചെസ്റ്റ് നിന്നൊക്കെ എടുത്തിട്ടാണ് ആദ്യത്തെ സിറ്റിംഗ് 5000 ഗ്രാഫ്റ്റ് വെച്ച്. സെക്കൻഡ് സിറ്റിങ്ങിൽ ഞാൻ വെച്ചത് 3000 ആണ്. ടോട്ടൽ 2 സിറ്റിംഗ് ആയിട്ട് എൻ്റെ തലയിലുള്ളത് 8000 ഗ്രാഫ്റ്റാണ്. ഓക്കെ, ഞാൻ സർജറി ആദ്യം ചെയ്തത് പൂനെയിലാണ്. പിന്നീടാണ് ആ ക്ലിനിക്ക് കൊച്ചിയിൽ ഓപ്പൺ ചെയ്തു. എൻ്റെ സെക്കൻഡ് സിറ്റിംഗ് കൊച്ചിയിൽ ചെയ്തു. സെയിം ഡോക്ടേഴ്സ് ആൻഡ് ടീം കൊച്ചിയിലുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്തും കാലിക്കറ്റും ബാംഗ്ലൂരും എല്ലാം ഈ ക്ലിനിക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. സോ ഈ ഒരു റിസൾട്ട് ഞാൻ ഇന്ന് കാണിക്കാവുന്ന റിസൾട്ട് ഒന്ന് എമേസിങ് ആവാനുള്ള കാരണം ഒന്ന് അതിൻ്റെ നാച്ചുറാലിറ്റിയാണ്. ഹെയർ ലൈൻ ഡ്രോ ചെയ്തതും ആ ഒരു ഫേസിനനുസരിച്ചിട്ട് നിങ്ങൾ കണ്ടു കാണും. ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നുന്ന കുറേ ആൾക്കാരുണ്ടാവും. നിങ്ങൾ റിസൾട്ട്സ് കാണുമ്പോൾ ബോറായിട്ട് ഒരു ഫ്രണ്ടൊക്കെ വിസിബിളി, അതായത് ഹെയർ ലൈൻ കുറേ ഇറക്കിയിട്ട് എന്തൊക്കെയോ ചെയ്തിട്ട് ചെയ്യുന്ന കുറേ കേസുകളുണ്ട്. ആക്ച്വലി നമ്മളുടെ ക്രിക്കറ്ററായ അക്ഷർ പട്ടേൽ എവിടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു വിഗ് വെച്ച ലുക്ക് വന്ന ഒരാൾ. സോ ഇതൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർ ടെൻഷൻ അടിക്കും, ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഇങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ഇന്നത്തെ റിസൾട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹം തോന്നിപ്പോവും. 100% അങ്ങനത്തെ റിസൾട്ടാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചു, ഹെയർ ലൈൻ ഡ്രോ ചെയ്ത് കാണിച്ചു. ഞാനിപ്പോൾ റിസൾട്ട്സിലോട്ട് വരികയാണ്. സീ ദ ഡിഫറൻസ്. അതായത് ട്രാൻസ്പ്ലാന്റ് മുമ്പും ട്രാൻസ്പ്ലാന്റ് പിന്നെയും അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ വമ്പൻ മാറ്റമാണ്. അതായത് നമ്മൾ കൊതിച്ചു പോകും, ട്രാൻസ്പ്ലാന്റേഷൻ എന്താണെന്ന്, ഇത്രയും ഭംഗി റിസൾട്ട് വരുമോ. സോ ഇതാണ് നാച്ചുറാലിറ്റി, ഇതാണ് എക്സ്പീരിയൻസ്. വെറുതെ ചാടിക്കയറി ട്രാൻസ്പ്ലാന്റ് ചെയ്യരുത്. ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ആലോചിച്ച് ചെയ്യുക. 100% റിസൾട്ട് വരും. നല്ല ഡോണർ ഏരിയ ഒക്കെ ആണെങ്കിൽ ടെൻഷൻ അടിക്കാനില്ല. പിന്നെ ചില ആൾക്കാർക്കുണ്ട്, അതായത് എല്ലാം ഓക്കെയാണ്, ഡോണർ ഏരിയ ഉണ്ട് ആൻഡ് ഇനഫ് മണി ഉണ്ട്, അതായത് ഫിനാൻഷ്യലി നല്ല സൗണ്ടാണ്. അവർക്ക് വേണ്ടത് നല്ലൊരു ഡോക്ടർ, നല്ലൊരു ക്ലിനിക്. 100% നിങ്ങൾക്ക് എൻ്റെ സജഷൻ എടുക്കാം. അതായത് നമ്മൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് എങ്ങനെ വരുന്നു, ആംഗുലേഷനൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ഇതൊക്കെ എക്സ്പീരിയൻസ് കൊണ്ട് തീരുമാനിക്കും. സോ ഈ ഒരു റിസൾട്ടിനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതേപോലത്തെ റിസൾട്ട്സിന് വേണ്ടി എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. സോ ഇതൊരു സെലിബ്രിറ്റി റിസൾട്ടല്ല, ഇത് സാധാരണക്കാരനാണ്. അപ്പം നമ്മൾ സെലിബ്രിറ്റി ആണെങ്കിലും സാധാരണക്കാരനാണ്, ചെയ്യേണ്ട പോലെ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും, അതിന് ഡൗട്ടേ ഇല്ല. ഒരുപാട് റിസൾട്ട്സുകൾ ഇനി വരാൻ പോവാണ്. വിതൗട്ട് ട്രാൻസ്പ്ലാന്റ് മെഡിസിൻ റിസൾട്ട് വന്നതും സെലിബ്രിറ്റീസിൻ്റെ തന്നെ വേറെ സീരീസ് ചെയ്യുന്നുണ്ട്. സോ ഹെയർ ട്രാൻസ് സഫാരി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതേപോലെ യൂട്യൂബ് ഉണ്ട്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ വിൽ കം ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ വെരി സൂൺ. ബൈ.